ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവേ, ഞങ്ങളെ വാഴ്ചും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ആ രാത്രിയിൽ ഈ ഫേസ്ബുക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ കൃപ നൽകിയ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ നസ്രനായ യേശു ക്രിസ്തുവിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ഈ രാത്രിയിൽ അർപ്പിക്കുകയാണ്. ഈ FS മീഡിയ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വിശിഷ്യ FS മീഡിയ ഫെയ്ത്ത് ആൻഡ് സാൽവേഷൻ എന്ന ഈ മീഡിയയുടെ അനുഗ്രഹിക്കപ്പെട്ട അഡ്മിൻസ് ആയിരിക്കുന്ന, കർത്താവിൽ അനുഗ്രഹീതരായിരിക്കുന്ന ദൈവവൃത്യൻ പാസ്റ്റർ സിബി മണക്കാട്ട്, ബ്രദർ ഫെലിക്സ് ഷാമുവേൽ, സിസ്റ്റർ ഷാരോൺ തങ്കച്ചൻ എന്നീ പ്രിയപ്പെട്ടവരെ ഓർത്ത ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ ഇങ്ങനൊരു അവസരം നൽകിയ FS മീഡിയയോടുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന പലരും ഈ സമയം ഈ ഫേസ്ബുക്കിലുണ്ട്. സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെ ഓർത്ത്, വിശ്വാസികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശിഷ്യാൽ ആമൻ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ആമൻ ലിജോ, അതുപോലെ തന്നെ ബിലു, ആമൻ സ്തോത്രം. മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിൽ ഇന്ന് രാത്രിയിൽ ആമൻ ആയിരിക്കാൻ സ്വർഗീയ നല്ല പിതാവ് തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. നാം കൊറോണയുടേതായിരിക്കുന്ന അതിവ്യാപനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ മൂന്നാമത്തെ തരംഗവും നാം കണ്ടു കഴിഞ്ഞു. ആമേൻ. ഈ രാത്രിയിൽ അനുഗ്രഹീതനായിരിക്കും ദൈവദാസൻ രാജീവ് പാസ്റ്ററെ ഓർത്ത ദൈവത്തിന് സ്തോത്രം. ഈ ലൈവിൽ താൻ ആമേൻ പങ്കാളിയായത് ഓർത്ത ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വലിയവനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം നമ്മുടെ കൂടെയുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കേവലം ഒരു പ്രസംഗം ആമേൻ ചെയ്തു പോകുക മാത്രമല്ല, ആമേൻ അതിനേക്കുപരിയായി യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. FS മീഡിയ അല്ലെങ്കിൽ ഫെയ്ത്ത് ആൻഡ് സാൽവേഷൻ എന്ന ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ലക്ഷ്യവും അവരുടെ ഉദ്ദേശശുദ്ധിയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ്. റീച്ച് കൂട്ടുക എന്നുള്ളതല്ല, ആളെ കൂട്ടുക എന്നുള്ളതല്ല, നിലനിൽപ്പിന് വേണ്ടി പൊരുതുക എന്നുള്ളതല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിരവധി പേജുകളും ഗ്രൂപ്പുകളും പ്രയർ ഗ്രൂപ്പുകളൊക്കെയും തുടങ്ങുന്നതിൻ്റെ കാരണം അതാണ്. പ്രൈസ് ദി ലോർഡ്. പല വിധേനയും ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ്.
അനുഗ്രഹീതനായിരിക്കുന്ന ദൈവഭൃത്യൻ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അഡ്മിനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അനീഷ് വല്ലനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ നല്ല സ്നേഹത്തിനായി നന്ദി പറയുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഫേസ്ബുക്കിൽ കിടന്നു വന്ന് എന്നെ വീക്ഷിക്കുന്ന, അപ്പോൾ തന്നെ ആമേൻ പുറമെ അല്ലെങ്കിൽ ലൈവിനകത്ത് ആമേൻ സ്തോത്രം കമൻ്റ് ഇടാതെ ശ്രദ്ധിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ നാം കടന്നു പോകുന്ന സാഹചര്യം വളരെ പ്രതിസന്ധികളാണ്, ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. പക്ഷേ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭ്യമാകുന്ന ഏതൊരു അവസരവും നഷ്ടപ്പെടുത്താതെ നാം ആയിരിക്കുന്ന വളരെ അനുഗ്രഹമാണ്. ഈ രാത്രികാലം കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. യെശയ്യാ പ്രവചന പുസ്തകം അതിൻ്റെ 41-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇന്ന് രാത്രിയിലെ വേദചിന്തയ്ക്ക് വേണ്ടി ആമേൻ വായിക്കുവാനും അതിനുശേഷം പ്രാർത്ഥിക്കുവാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. 41-ാം അധ്യായം 10-ാം വാക്യം: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് വായിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ആമേൻ ആയിരിക്കുന്നിടങ്ങളിൽ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു വാക്കാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഈ രാത്രിയിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത നസറനായ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ അധൈര്യപ്പെടേണ്ട, ബലപ്പെടുക. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ രാത്രിയിൽ ഈ ലൈവിൽ കിടന്നു വന്ന് ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരായിരിക്കുന്നവർ, കർത്താവിൻ്റെ ദാസന്മാർ, ദൈവദാസിദാസന്മാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ലൈവിലായിരിക്കുന്നവരെയും പിന്നീട് ഇത് കാണുന്നവരെയും കർത്താവെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ആമൻ ശക്തിയോടെ വിളിച്ചു പറഞ്ഞ പ്രവചനവാക്യം, ദൈവത്തിൻ്റെ അരുളപ്പാടായി വിളിച്ചു പറഞ്ഞ വാചകം ഈ രാത്രിയിൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗീയ പിതാവിടയാക്കണമേ. സാധുവായിരിക്കുന്ന അടിയന്റെ അധരവും നാവും ദൈവ മഹത്വത്തിനും പുകഴ്ചയ്ക്കും മാത്രമായി സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, 2016-ാം ആണ്ടിൽ ആമേൻ സ്തോത്രം മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റലുകളിൽ പല ആമേൻ സ്കാനിങ് സെൻ്ററുകളിൽ നിന്ന് മാറി മാറി ഞങ്ങൾ ഇറങ്ങി, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളുമായി ഇറങ്ങിപ്പോകുമ്പോൾ വളരെ വേദനയോടെ പറഞ്ഞു, ഒരു അബോർഷനുള്ള ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് എന്തും സംഭവിക്കാം, ഒരു സ്കാൻ ചെയ്യണം. പല സ്കാനിങ് സെൻ്ററുകളിൽ ചെന്നിട്ട് അവിടെയൊക്കെയും അവർ ഞങ്ങളെ പിന്തള്ളി, സമയമില്ല, അല്ലെങ്കിൽ തിരക്കാണ്, അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവിട്ടു. വേദനയോടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളുമായി വാഹനത്തിൽ ഞങ്ങൾ ഒരു സ്കാനിങ് സെൻ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ചെമ്മനമ്പടിക്ക് അടുത്തുള്ള ഒരു സ്കാനിങ് സെൻ്ററിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വാഹനത്തിന് മുമ്പായി ഒരു ഓട്ടോ കടന്നു പോവുകയാണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കാണുന്ന, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ ആയിരിക്കുമ്പോൾ മുതൽ കാണുന്ന ഒരു ഓട്ടോയാണ്. സ്തോത്രം. ആ ഓട്ടോ ഇന്നും ഉണ്ട്. തോബിയാസ് എന്നാണ് ഓട്ടോയുടെ പേര്. അത് മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിൽ കിടന്നോടുന്ന ഓട്ടോയാണ്. പക്ഷേ ചെറുപ്പം മുതൽ ഞാൻ ആ ഓട്ടോ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിലിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ആ വാക്യത്തിനെന്തോ പ്രത്യേകത തോന്നി. നിറകണ്ണുകളോടെ എല്ലാവരും കൈവിട്ടല്ലോ ഓർത്ത് ഒരു സ്ഥലത്തും സ്കാൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള വേദനയോടെ മുൻപോട്ട് നീങ്ങുമ്പോൾ നിറഞ്ഞ കണ്ണിനകത്ത് ആ ഓട്ടോയുടെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: യേശു പറഞ്ഞു,
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതെന്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, അത് അദ്ദേഹം ഒരു കത്തോലിക്ക സഹോദരനാണ്, അദ്ദേഹം അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യേശു പറഞ്ഞു, ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുക. ഇത് വായിച്ച് നിറഞ്ഞ കണ്ണിനകത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആമേൻ, സ്തോത്രം. ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും സകലരും കൈവിട്ടാലും കൈവിടാത്ത ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ ലൈവ് എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ ആർക്കും തീർക്കാൻ പറ്റാത്ത വേദനാജനകമായിരിക്കുന്ന അവസ്ഥയിലൂടെ, ഒരുപക്ഷെ ക്വാറന്റൈൻ ഇരിക്കുന്നതായിരിക്കാം, ഒറ്റപ്പെട്ടു പോയ അനുഭവത്തിലായിരിക്കാം, മറ്റുള്ളവർ നമ്മുടെ വിഷയം അറിയുന്നില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന സമയമായിരിക്കാം. പക്ഷേ ഒരു കാര്യം പറയാം, ഇന്ന് രാത്രിയിൽ ഭയപ്പെടേണ്ട, കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത നസറനായ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ അധൈര്യപ്പെടരുത്, ഭാരപ്പെടരുത്. സ്വർഗീയ പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏത് സ്ഥാനത്തായിരുന്നാലും, വിദേശത്തായാലും സ്വദേശത്തായിരുന്നാലും, നിശ്ചയമായിട്ടും ആമേൻ, സ്തോത്രം, കൂടെയുള്ള കർത്താവ്, ആമേൻ, സ്തോത്രം, നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ മുമ്പിൽ ആമേൻ നമ്മുടെ വേദനകളും നമ്മുടേതായിരിക്കുന്ന ഭാരങ്ങളും അറിയിക്കുമ്പോൾ ആമേൻ എത്ര ആശ്വാസമാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കുക, ആമേൻ, സ്തോത്രം, ഈ ഒരു എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വിളിച്ചു പറഞ്ഞത്, ഏതൊക്കെ വേദനാനുഭവമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ കടന്നുപോയാലും ഈ ഒരു വാക്ക് ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൻ്റെ പ്രാരംഭ വാചകം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധേയമായി കുറിച്ചിടണമേ. യേശു കർത്താവിൻ്റെ ആമേൻ ദാസനായിരിക്കുന്ന ആമേൻ സ്തോത്രം, പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന പ്രവാചകനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് പ്രവചിച്ചു പറയുകയാണ്. യെശയ്യാവ് ശക്തിയോടെ വിളിച്ചു പറയുന്നൊരു കാര്യമാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഇസ്രായേലിനെ നോക്കി, യാക്കോബിനെ നോക്കി, ഇസ്രായേലിനെ നോക്കി വിളിച്ചു പറയുന്നൊരു വാചകമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കും എനിക്കും അത് ആമേൻ സ്തോത്രം ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കാം. ഹല്ലേലൂയ. നോക്കിക്കേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായിരിക്കുന്ന, സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ സ്വർഗത്തിലെ തമ്പുരാൻ ഈ രാത്രിയിലും വിളിച്ചു പറയട്ടെ, നിന്റെ കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പാട്ട് കേട്ട്, യേശുവൻ കൂടെയുള്ളതിനാൽ, ആമേൻ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്ന് രാത്രി താല്പര്യപ്പെടുന്നത്. നോക്കിക്കേ, അവിടെ പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ, പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു മകൻ ഭാരപ്പെടുമ്പോൾ അപ്പൻ ചെന്നിട്ട് പറയാ, സാരമില്ല, അത് ഞാൻ റെഡിയാക്കി തരാം, ശരിയാക്കി തരാം, നീ ഭയപ്പെടേണ്ട, അവൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സാരമില്ല, പപ്പ അത് റെഡിയാക്കാം എന്ന് പറയുമ്പോൾ ആ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ആ കുഞ്ഞിനുണ്ടാകുന്ന, ആ മകനുണ്ടാകുന്ന, മകൾക്കുണ്ടാകുന്ന ആശ്വാസം വലുതാണ്. ഈ കാലത്ത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒക്കെ ഒരു പ്രത്യേക രീതി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും മാതാപിതാക്കളുടെ സഹായം ആവശ്യമാണ്. എൻ്റെ മോളാണേലും അവൾ പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ സംശയം വന്നാൽ ഇപ്പോഴും വന്ന് ചോദിച്ചേച്ച് പോയതുള്ളൂ. ലൈവിന് കയറേണ്ട സമയമാണ്, എങ്കിലും ഇപ്പോഴും വന്ന് ചോദിച്ചിട്ട് പോയതുള്ളൂ. അപ്പം നോക്കിക്കേ, അവള് വന്നിട്ട് പറഞ്ഞു, പപ്പ ഇന്ന കാര്യം എനിക്ക് സംശയമുണ്ട്. അത് കുഴപ്പമില്ല, പപ്പ റെഡിയാക്കി തരാം, ശരിയാക്കി തരാം. പപ്പ ഇന്ന പിക്ചർ വരയ്ക്കണം, അത് റെഡിയാക്കി തരാം. അതൊരാശ്വാസമാണ്. കാരണം അപ്പൻ അത് ഏറ്റിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുള്ളൊരു മക്കൾക്ക്, അല്ലെങ്കിൽ പിതാവ് അത് ഏറ്റു, അല്ലെങ്കിൽ മാതാവ് അത് ഏറ്റു, അതുകൊണ്ട് ഇനി ഞാനതിനകത്ത് എന്തെങ്കിലും ഭാരപ്പെടണ്ട, ആമേൻ സ്തോത്രം എന്ന് അവർക്കൊരാശ്വാസം. പക്ഷെ ഇന്ന് രാത്രിയിൽ പല കാര്യത്തിലും നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല. ആശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ആ അപ്പനെ ശരിയാവണ്ണം നമ്മൾ അറിയാത്തത് കൊണ്ടാണോ, അതോ അറിഞ്ഞിട്ടും നമ്മുടെ സാഹചര്യങ്ങൾ പലപ്പോഴും നിരാശപ്പെടുത്തുന്നതായതുകൊണ്ട് ഇന്നും നമ്മൾ അതിനെ ചൊല്ലി ഭാരപ്പെടുന്ന പല വിഷയങ്ങൾ ആമേൻ സ്തോത്രം വിശ്വസിക്കാൻ ഇതിൻ്റെ വിടുതൽ സംഭവിക്കുമോ എന്ന് നമ്മൾ ആണയിട്ട് ചോദിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ രാത്രിയിൽ വിളിച്ചു പറയാം, യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിൻ്റെ പരിസമാപ്തിയാണ്. കർത്താവ് നിന്റെ കൂടെയുണ്ടോ? ആമേൻ. അതുകൊണ്ടാണ് 91 സങ്കീർത്തനം 14 വാക്യം പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഈ രാത്രിയിൽ യേശു ക്രിസ്തുവിനോട് പറ്റിയിരിക്കാൻ തയ്യാറായാൽ, ആ കർത്താവിൻ്റെ ചാരെ, ആ കർത്താവിനോട് ചേർന്നിരിക്കാൻ തയ്യാറായാൽ, ആമേൻ, നിശ്ചയമായിട്ടും
ആമേ താഴ്ച ഭവിക്കത്തില്ല, ഉയർച്ച പ്രാപിക്കും. ആമേ നമുക്ക് സ്ഥാനമാനങ്ങളോ നമ്മുടേതായിരിക്കുന്ന മോടിയുള്ളതായിരിക്കുന്ന വാഹനങ്ങളോ ആഡംബര ജീവിതമോ ഒന്നും ലഭിച്ചില്ലായിരിക്കാം. പക്ഷേ സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റേതായിരിക്കുന്ന ജോലി സ്ഥലത്ത് ഉണ്ടാകും. കാരണം എന്താണ്? ദൈവവുമായിട്ട് പറ്റിയിരിക്കുന്ന നിമിത്തം. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വാചകൻ ഇസ്രായേലിനോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ അതിൻ്റെ വാചകം ഇങ്ങനെയാണ്, ഭ്രമിച്ച് നോക്കേണ്ട. അല്ലേ? അപ്പൊ ഭയമുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ ആരാ? ഞാൻ നിന്റെ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ സകലത്തെ സൃഷ്ടിച്ച, സകലത്തെയും നിർമ്മിച്ച സർവശക്തനായിരിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട. ഈ വിഷയത്തിൻ്റെ പരിസമാപ്തി എന്താകുമെന്നോർത്ത് ഭാരപ്പെടുകയും വേണ്ട. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, ആമേ സ്തോത്രം, ആമേ ഹല്ലേലൂയ, ആമേ സ്തോത്രം, ലവലേശം ഭാരമില്ലാതെ, ആമേ സ്തോത്രം, നമ്മൾ പാട്ട് പാടാറില്ലേ? ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഇറങ്ങി ഞാൻ പ്രിയനെ നിൻ വിളി കേട്ടു പിൻ വരുവാൻ. യാഹേ നീ എൻ ദൈവം എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് അധൈര്യപ്പെട്ടു പോകരുതേ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭയപ്പെടേണ്ടെന്ന്. നോക്കിക്കേ, നമുക്ക് ഒരു ദിവസമുള്ളത് 365 ദിവസമാണ്. 365 കാല ദിവസം. പക്ഷേ 365 ദിവസത്തേക്കാൾ അധികമായിട്ട് 66, 67 പ്രാവശ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? വേദപുസ്തകത്തിൽ പറയുന്നു ഭയപ്പെടേണ്ട. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദിവസം ആമേൻ, അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് അധികമായി തന്നിരിക്കുക. ഭയപ്പെടേണ്ട, ഓരോ ദിവസവും നിനക്ക് വായിക്കുവാൻ. നോക്കിക്കേ, ചില കാര്യങ്ങളിൽ ഭയചകിതരായിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നോക്കിക്ക്, ഇവിടെ പറയുന്നു, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. നമുക്കിതല്ലേ ആവശ്യം? ഒന്ന്, നമുക്ക് ശക്തി ക്ഷയിച്ചു, അല്ലേ? ആമേൻ. സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ, ശാരീരികമായ ക്ലേശം അനുഭവിക്കുമ്പോൾ, മാനസികമായിട്ട് പലരും ശക്തി ക്ഷയിച്ചവരായി, ബലമില്ലാത്തവരായി തീരും. ഇല്ല, ഇതുകൊണ്ട് ഞാൻ തീർന്നു പോകാറായി, ഈ അസുഖം അല്ലെങ്കിൽ ഈ വലിയ ബാധ, ഇതിൻ്റെ നടുവിൽ ഞാനിങ്ങനെ തീർന്നു പോകും, ഇത് ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിരാശയുടെ ആയിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ആമേൻ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് വേദനയായി തീരും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇന്ന് രാത്രി ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ സ്തോത്രം. എങ്ങനെ? ആമേൻ, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഭയത്തിന് കാരണമാകുന്ന, ശക്തിയില്ലെന്ന് പറയുന്ന, ഭ്രമിച്ചു നോക്കുന്ന ഏത് സാഹചര്യം വന്നാലും ഭ്രമിച്ചു നോക്കുക. ഇപ്പോൾ ആമേൻ സ്തോത്രം, കൊറോണ വന്നതിന് ശേഷം ശബ്ദമുയർത്തുമ്പോൾ അസ്വസ്ഥത തോന്നിയാൽ കൊറോണയുടെ എന്ത് പറഞ്ഞാലും കൊറോണയുടെ, തണുപ്പടിക്കാൻ പറ്റത്തില്ല, കൊറോണയുടെയാണ്. കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും പറയത്തില്ല, ഇത് തണുപ്പിൻ്റെയാണ്, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, ഇപ്പോൾ എന്ത് പറഞ്ഞാൽ എന്ത് ചെയ്യാം, കൊറോണ വന്നതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഞാൻ നിന്നെ ശക്തീകരിക്കും. നമുക്ക് ബലഹീനമായിട്ട്, നമ്മൾ ഭയപ്പെടുന്ന കാര്യത്തിൽ ബലഹീനമായി പോകും, ശക്തിയില്ലാതെ. അല്ലെങ്കിൽ ആമേശ്വത്ത് നമ്മൾ ഭാരപ്പെടുന്ന വിഷയം അത്ര കഠിനമാണെങ്കിൽ നമ്മുടെ ബലം ക്ഷയിക്കും. എങ്ങനെ? മനോധൈര്യം കെട്ടുപോകും. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയത്തില്ലേ, ആമേൻ, ധൈര്യപ്പെടുക, ആമേൻ, യഹോവയ്ക്ക് പ്രത്യാശ വയ്ക്കാതെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ്, നീ ബലഹീനനായാൽ, നീ ശക്തിയില്ലാത്തവനായാൽ ഞാൻ നിന്നെ ശക്തീകരിക്കും. ആമേൻ. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും, നിന്നെ താങ്ങും. ഇത് തന്നെയാണ് 40-ാം അധ്യായത്തില്, യശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന് 29-ാം വാക്യം വായിക്കുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബലമില്ലാത്തവർക്ക് ബലം തരുന്ന എൻ്റെ ദൈവമേ, ഈ ശാരീരികമായ അസ്വസ്ഥതയുടെ നടുവിൽ ഞാൻ ക്ഷീണിതനായിരിക്കുന്നു, എനിക്ക് ബലമില്ലെന്ന് പറയുമ്പോൾ, ആമേ സ്തോത്രം, ആമേ, ഈ കൊറോണയുടേതായിരിക്കുന്ന അസ്വസ്ഥതയുടെ നടുവിൽ ബലമില്ലാതെ ആയിരിക്കുമ്പോൾ, ആമേ, സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ബലമില്ലാത്തവന് ബലം തരുന്ന, ആമേ, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം പകരുന്ന, ശക്തിയില്ലാത്തവർക്ക് ശക്തി തരുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഭയപ്പെടരുത്.
ആമേ സ്തോത്രം ഭയപ്പെടരുത്. ആമേ സ്തോത്രം ഭയപ്പെടുവാൻ ആമേൻ ഇടയാകരുത്. കാരണം ആമേ ഹല്ലേലൂയ ഭയം നമ്മെ കീഴ്പ്പെടുത്തി ആമേ സ്തോത്രം നമ്മെ ഭ്രമിപ്പിക്കുവാൻ ആമേ സ്തോത്രം നമ്മെ വേദനപ്പെടുത്തുവാൻ ആമേ സ്തോത്രം കാര്യമായി തീരും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ നാം ഭയപ്പെടാതെ ആമേൻ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തനായിരിക്കുന്ന നമ്മെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി നീ ശക്തിപ്പെടുക. ആമേൻ നോക്കിക്കേ, അധൈര്യപ്പെട്ടു പോയൊരു മനുഷ്യനുണ്ട്. ശക്തി ക്ഷയിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുക. ഒരു ദിവസം ആത്യന്തികമായിരിക്കുന്ന ശക്തിയോടെ അസാധാരണമായിരിക്കുന്ന ദൈവപ്രവൃത്തി, ദൈവികമായിരിക്കുന്ന മഹത്വം വെളിപ്പെടുത്തി ദൈവം തന്റെ ശക്തിയും മഹാത്മ്യതയും വെളിപ്പെടുത്തി. ആമേ സ്തോത്രം കർമ്മേലിന്റെ കൊടുമുടിക്കകത്ത് ആഹാബ് ശക്തിയോടെ ബലത്തോടെ നിൽക്കുന്ന ആഹാബ്, അതിന്റെ നടുവിൽ ആമേൻ ഇസബേൽ പറഞ്ഞു, നാളെ ഈ നേരത്ത് നിന്നെ ആമേൻ നീ കൊന്നവരിൽ, നീ വാളോങ്ങി തകർത്ത് കളഞ്ഞവരിൽ ആമേൻ ഒരുവനെ പോലെ ആക്കി തീർക്കുമെന്ന് വെല്ലുവിളി ഉയർത്തിയപ്പോൾ ആഹാബ് ചൂരച്ചെടിയുടെ തണലിൽ അല്പസമയം പോയി കിടന്നിട്ട് പറയുക, മതി യഹോവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല. ഇന്ന് രാത്രിയിൽ ഓർക്കുക, ശക്തി ക്ഷയിച്ചിട്ട് പലപ്പോഴും ശുശ്രൂഷയുടെ മുഖത്തും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ വിതുമ്പിയവരാ, ആമേ വിറങ്ങലിച്ചെന്നവരാ, ഭ്രമിച്ചു പോയവരാ. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ആമേ സ്തോത്രം, ഞാനും നിങ്ങളും എൻ്റെ ജീവിതത്തെ മാറ്റി നിർത്തിയല്ല, ആമേൻ അധൈര്യപ്പെട്ടു പോയ സാഹചര്യത്തിൽ നമുക്ക് ബലം തന്നിട്ട് ഓടുവാൻ കാലിനെ ബലപ്പെടുത്തി നമുക്ക് ശക്തി നൽകി ആമേൻ നമ്മെ പുത്തൻ ബലത്തോടെ നടത്തുന്ന ദൈവകൃപയുടെ മഹത്വം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കഷ്ടം വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വിഷയത്തിന് മാത്രം എന്താ കർത്താവേ വിടുതലില്ലാത്ത. ചോദിച്ചല്ലോ, നമ്മളൊരു കാര്യം ഓർത്തേ, ഞാനായിരുന്നാലും എൻ്റെ ജീവിതത്തിലും ആമേൻ സ്തോത്രം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ചില കാര്യത്തിൽ വിടുതലില്ലല്ലോ. നിരാശപ്പെട്ട് നമ്മളെ ഭാരപ്പെടുത്തി. അപ്പം പിശാചിന് സന്തോഷിക്കുക, ഇവൻ്റെ നാവിൽ നിന്ന് പറയാൻ വേണ്ടിയിരുന്നേ എൻ്റെ വിഷയത്തിന് വിടുതലില്ല. പക്ഷേ ഇന്ന് രാത്രി ഓർക്കണേ ആമേൻ സ്തോത്രം, നമുക്കൊന്ന് തിരിച്ചു പറയാം. നമ്മൾ പറഞ്ഞ നാവ് കൊണ്ട് തിരിച്ചു പറയാം, ഇല്ല, എൻ്റെ വിഷയത്തിന് വിടുതലുണ്ട്. എൻ്റെ തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സമയത്തിന് ഒരു വിടുതലായത് വെളിപ്പെടും. പ്രീസലോ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ശക്തിയില്ലാതിരുന്നത് ആമേൻ സ്തോത്രം ഏലിയാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദൂതം പറയാ, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ. മരിക്കാനായിട്ട് ആസന്നഭാവിയിലെ ശുശ്രൂഷ മുഴുവൻ കളഞ്ഞേച്ച് ഇനി വെളിപ്പെടാനുള്ള ഒരു ശുശ്രൂഷ വേണ്ടെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ചൂരച്ചെടി കൊണ്ട് അസ്തമിച്ച് തീരുവാൻ ഒരുങ്ങിക്കിടക്കുന്ന, മാനസികമായി തയ്യാറെടുത്ത് കിടക്കുന്ന മനുഷ്യനോട് പറയുക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു പദ്ധതി വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ദൈവം അത് നിവർത്തിക്കും. അത് നിന്നിലൂടെ നീ ക്ഷീണിച്ചാലും നിന്റെ ക്ഷീണത്തെ, നിന്റെ ബലഹീനതയെ, ആമേൻ നിന്റെ ബലമില്ലാത്ത അവസ്ഥയെ ബലപ്പെടുത്തി ആമേൻ നിന്നെ ശക്തീകരിച്ച്, ഒരുപക്ഷെ ഒരു ദൈവദാസനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വേദശകലമായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ FBയിൽ കേൾക്കുന്ന യാദൃശ്ചികമായി സ്ക്രോൾ ചെയ്തപ്പോൾ, സ്കിപ്പ് ചെയ്തപ്പോൾ കണ്ടൊരു മെസ്സേജ് ആയിരിക്കാം. അതായിരിക്കാം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം തരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുമ്പേ തകർന്നു പോയ ഹൃദയം, തകർന്ന് വേദനയോടെ ഒറ്റപ്പെട്ടല്ലോ, വേദനപ്പെട്ട ഹൃദയത്തോടെ നഷ്ടം സംഭവിക്കുമല്ലോ എന്നോർത്ത ആ സമയത്ത് കടന്നുപോയ ആമേൻ സ്തോത്രം സ്ഥിരം കാണുന്ന ഒരു ഓട്ടോയാ. ആ ഓട്ടോയുടെ പിന്നിൽ എഴുതി വെച്ചത്, എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ചെങ്കിൽ, എന്നെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. എങ്ങനെ? തളർന്നു പോകുവാൻ അനുവദിക്കത്തില്ല. നിന്റെ മേലൊരു വാക്തത്വമുണ്ടോ? ദൈവം നിന്നോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ? അത് ആമേൻ അസ്തമിച്ചു പോകത്തില്ല. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആമേൻ സ്തോത്രം, അസ്തമിച്ച സൂര്യന് വേണ്ടിയിട്ട് ആരും ആഴക്കടലിൽ ചാടരുത്, അത് ഉദയ സൂര്യനായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞതുപോലെ നഷ്ടമുണ്ടെന്ന് കരുതി നീ നിരാശപ്പെട്ടു പോകരുത്. ഒരു ദിവസം ആമേൻ സ്തോത്രം നിന്റെ ആമേകളിൽ പൊട്ടക്കിണർ മാറി, പൊത്തീവറിന്റെ ഭവനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ടത് മാറി, ആമേൻ സ്തോത്രം കാരാഗ്രഹത്തിന്റെ കവാടങ്ങളെ തുറന്ന് നിന്നെ രാജസന്നിലേക്ക് എത്തിക്കുന്ന ഒരു സമയമുണ്ട്. യോസഫിനെ പോലെ നിന്റെ ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുക. നിന്റെ മേൽ വെളിപ്പെടുവാനുള്ള ദൈവിക പദ്ധതിക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് രാത്രി ഭയപ്പെടരുത്. ആമേൻ ഹല്ലേലൂയ. ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കണ്ട. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ധൈര്യപ്പെടാം. ദൈവവചനത്തിൽ നമുക്ക് ധൈര്യപ്പെടാം. നമുക്ക് മറ്റൊന്നിനും ധൈര്യപ്പെടണ്ട. ആമേൻ സ്തോത്രം. തലയെ കൈവച്ച് ആമേൻ വാലല തലയാക്കുമെന്ന് പറയുന്ന പ്രവാചക വാക്യത്തിൽ ആമേൻ ധൈര്യപ്പെടുന്ന പലരുമുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒന്നും ആയില്ലല്ലോ, ബസ്സേ പറഞ്ഞിട്ട് ശരിയായില്ലല്ലോ, ആമേൻ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് പഴി പറഞ്ഞ് മാറിയിരിക്കും. പക്ഷേ ഇന്ന് രാത്രി ഓർക്കുക, ദൈവത്തിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാ. അത് സന്ധിമഞ്ചകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന, അകത്ത്
അകത്തളങ്ങളിൽ ഇറങ്ങി ഹൃദയത്തിന്റെ നിലവുകളെ തിരിച്ചറിയുന്നതാ. അതുകൊണ്ടല്ലേ നമ്മൾ കൊടുക്കുന്ന കൊച്ചു ട്രാക്റ്റുകൾ പലരുടെയും ഹൃദയത്തിന് അകത്തളങ്ങളിൽ ഇറങ്ങിച്ചെന്നിട്ട് അവൻ ഏത് വ്യക്തിയായിക്കോട്ടെ, ആമേൻ സ്തോത്രം, ഏത് സംഘടനയോ ഏത് നേതാവോ എവിടുത്തെ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഈ കൊച്ചു ട്രാക്റ്റിനകത്ത് കൊടുക്കുന്ന ചെറിയ വാചകങ്ങൾ അവന്റെ ഹൃദയത്തിന് അകത്തളങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവന്റെ ഹൃദയത്തിന് മാറ്റം കൊടുത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മാനസാന്തരപ്പെട്ടവൻ കർത്താവിന് രക്ഷകനായി സ്വീകരിക്കുന്നു. അതുകൊണ്ട് ആ സ്നേഹിത ഈ രാത്രിയിൽ വാദോരാതെ പ്രസംഗിക്കുന്നതിൻ്റെ വാദോരാതെ പലരും ഇറങ്ങി നിന്ന് ഫേസ്ബുക്കിനകത്തും വഴിയോരത്തും ആമെ കവലപ്രസംഗികളായിട്ട് എഴുന്നേറ്റെന്ന് പറയുന്നത്, ഈ രക്ഷകന്റെ പക്കൽ ഒരു രക്ഷയുണ്ട്, നീ രക്ഷപ്പെടാതെ കിടക്കുക എന്ന് പറയാൻ വരട്ടെ. നിന്നെ രക്ഷിക്കുന്ന ഒരുവനെ കുറിച്ചാണ് ഇന്ന് രാത്രി സംസാരിക്കാനുള്ളത്. നീ ഭയപ്പെടേണ്ട, നിന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്. നസറനായ യേശു നിന്നെ രക്ഷിപ്പാൻ നിന്റെ അടുത്തുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ യാത്രയിലിരുന്നായിരിക്കാം ഈ വചനം കേൾക്കുന്നത്, ജോലി സ്ഥലത്തായിരിക്കാം, യാദൃശിക അവൻ നിങ്ങൾ കേൾക്കുന്ന. പക്ഷെ ഒരു കാര്യം ഓർക്കുക, യാദൃശിക കേട്ടാലും ഈ വചനം കേൾക്കാനിടയായത് യാദൃശികയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് പദ്ധതിയുള്ള ഒന്നിനെയും ദൈവം മാറ്റിക്കളയത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ ആമെ വലിയ വിടുതൽ കാരണമായി തീരട്ടെ, ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ. അതുകൊണ്ട് ആമെ സ്തോത്രം, ഹല്ലേലൂയ. ശക്തിയില്ലാത്തവർക്ക് ശക്തി കൊടുത്ത് അവരെ ബലപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ മഹാത്മ്യത ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി ആരെങ്കിലും ആ ദൈവശക്തിയുടെ ആമെ മഹാത്മ്യത തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രിയ സ്നേഹിത, ഈ കൊറോണയുടെ നടുവിലും നിന്നെ സൂക്ഷിക്കുന്ന, നിന്റെ ജീവനെ പരിപാലിക്കുന്ന, നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുന്ന ഇന്ന് രാത്രി ഈ വാദോരാതെ എനിക്ക് പറയാൻ കഴിയുന്നതിൻ്റെ കാരണം, എൻ്റെ ദൈവം എനിക്കൊരു അവസരം തന്നതുകൊണ്ടാണ്. എങ്ങനെ? എൻ്റെ ജീവനെ, എൻ്റെ പ്രാണനെ കാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കൃപയ മഹാദയ കൊണ്ടാണ് ഇന്ന് രാത്രി ഞാനായിരിക്കുന്നത്. പ്രിയരെ, ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാദയ കൊണ്ടാണ്. അതുകൊണ്ട് അധൈര്യപ്പെടരുത്. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് രാത്രി സമർപ്പിച്ചേൽപ്പിക്കുക. ആമേ സ്തോത്രം. ആരെങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, നിന്നെ ശക്തീകരിക്കുമെന്ന് പറയുന്ന ഈ ദൈവത്തെ തിരിച്ചറിയാത്ത ആരെങ്കിലും ഈ ദൈവത്തെ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, സകല ദേവന്മാരിലും സകലത്തിലും വലിയവനായ എൻ്റെ കർത്താവ്, എല്ലാ മഹത്വത്തിനും എല്ലാ പുകഴ്ചയ്ക്ക് യോഗ്യനായ, സകല നാമത്തിനും മേലായ നാമമായ നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു മുമ്പിൽ നാം സറണ്ടർ ചെയ്യാൻ തയ്യാറായാൽ, സമർപ്പിക്കാൻ തയ്യാറായാൽ വലിയൊരു വിടുതലുണ്ട്, വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ രക്ഷകനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ രക്ഷകനെ നഷ്ടപ്പെടുത്തരുത്. ഇത് തന്നെയാണ് സമയം. ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. ഇന്ന് രാത്രി എനിക്ക് പറയാൻ മറ്റൊന്നുമില്ല. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർത്തേ, ആമൻ നല്ല കർത്താവ് ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ആമേ സ്തോത്രം ഹൃദയത്തിൻ്റെ കവാടം മുട്ടി നിൽക്കുകയാണ്. ആമേൻ. പ്രിയ സഹോദര സഹോദരി, നീ വേദനപ്പെടുന്ന അവസ്ഥയുടെ നടുവിൽ ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൻ്റെ മുട്ടിക്കൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആമേ സ്തോത്രം, ആമേ ഹല്ലേലൂയ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയ കവാടത്തിങ്കൽ ആരെങ്കിലും യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒന്നോർക്കുക, എൻ്റെ കർത്താവേ, വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ഇരിക്കുന്നിടത്ത്, നിങ്ങൾ നിൽക്കുന്നിടത്ത്, കേൾക്കുന്നിടത്ത് വേറെ ആരും കേൾക്കണ്ട, പ്രസംഗിക്കുന്ന ഉപദേശി കേൾക്കണ്ട, ഇതിൻ്റെ മീഡിയ FS മീഡിയയുടെ അഡ്മിൻസ് ആരും കേൾക്കണ്ട, ഇവിടെ മെസ്സേജ് ഇടുന്ന ആരും കേൾക്കണ്ട. നിങ്ങളും യേശുവുമായിട്ട് പറ. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഉന്നതമേറിയ ശ്രേണിയിൽ ആമേ സ്തോത്രം പരമോന്നതമായിരിക്കുന്ന ആമേ സ്തോത്രം ആ അധികാരത്തിലിരിക്കുന്ന വ്യക്തിയായിരുന്നാലും ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഇതൊരു സമയമാണ്, ഇത് സുപ്രസാദ കാലമാണ്. ഇതെല്ലാം കഴിയും, കാലങ്ങളെല്ലാം മാറിപ്പോകും, കാലഗതികളെല്ലാം മാറും, സംഭവങ്ങളെല്ലാം മൊത്തത്തിൽ മറിയും. പക്ഷേ ആമേ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല, അതപ്പാടെ സംഭവിക്കും. ഇനി ആമേ സ്തോത്രം വലിയ ആമൻ ഒരുക്കത്തോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രിയനായവൻ വെളിപ്പെടുവാൻ കാലമായി. സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നതാണ്. ആമേ നമ്മൾ പാട്ട് പാടാറില്ലേ, ആമേ സ്തോത്രം, പ്രാക്കളെ പോലെ നാം പറന്നിടുമേ, ആമേ സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുമ്പോൾ ഈ രക്ഷകനെ ആരും അറിയാതെ പോകരുത്. ഞങ്ങളുടെ എല്ലാവരുടെ ഉദ്ദേശം
ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളും അറിയണമെന്നാണ്. നിശ്ചയമായിട്ടും അവൻ ഇന്ന് രാത്രിയിൽ ഓർക്കുക, ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും ദൈവകൃപയോടെ വീണ്ടെടുക്കുവാൻ ഇന്ന് രാത്രി ഇതൊരവസരമാണ്. നീ നഷ്ടപ്പെട്ടു പോയത് പറയുന്ന പലതും, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, കുടുംബജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയി, പലതും നഷ്ടപ്പെട്ടു പോയി, തലമുറയുടെ സന്തോഷം, കുടുംബത്തിൻ്റെ ഐക്യത നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ നടുവിൽ ഒരു കാര്യം വിളിച്ചു പറയാം. ഇന്ന് രാത്രി യേശുവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, കർത്താവായ യേശുവേ, ഏത് സാഹചര്യത്തിൽ ഇരുന്നോട്ടെ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവേ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, അങ്ങ് എൻ്റെ രക്ഷകനും അങ്ങ് എൻ്റെ കർത്താവുമായിരിക്കണമേ. ഇത്രയും മാത്രം പറഞ്ഞാൽ യേശു നിൻ്റെ ഉള്ളത്തിൽ വരും. വചനം പറയുന്നു, ആമേൻ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളങ്ങളിൽ വാഴട്ടെ, ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴാനിടയായാൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, രക്ഷയുണ്ട്. ആമേൻ സ്തോത്രം, സകലത്തിനും നന്മയുണ്ട്. ഈ രാത്രിയിൽ ആമേൻ സ്തോത്രം, ഭയപ്പെടേണ്ട. ആമേൻ സ്തോത്രം, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. നോക്കിക്കേ, ആമേൻ സ്തോത്രം, ഞാൻ മെസ്സേജ് ആമേൻ സ്തോത്രം ഇവിടെ ആമേൻ ഹല്ലേലൂയ പരിസമാപ്തി കുറിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ഒരുങ്ങുകയാണ്. എങ്കിൽ പോലും 1-2 കാര്യം ഓർപ്പിക്കാം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു വലിയ ഭാരമേറിയ വിഷയം. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ മകൾ മരിക്കാൻ കിടക്കുക, അത്യാസനത്തിലിരിക്കുകയാണ്, അവൾ ഏറ്റവും വലിയ ആമേൻ അസ്വസ്ഥതയാൽ രോഗശൈലായിരിക്കുന്നു, അവളുടെ മരണം സുനിശ്ചിതമാണ്. അദ്ദേഹത്തിന് ഉറപ്പാണ്. പക്ഷേ ആ പിതാവ് വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നീ അവിടത്തോളം വന്ന് എൻ്റെ മകളുടെ മേൽ ആമേൻ സ്തോത്രം അല്ലെങ്കിൽ ഒന്ന് കരം വെച്ചാൽ അവൾക്ക് സൗഖ്യം വരും. ഇതിൻ്റെ നടുവിൽ രക്തസ്രാവക്കാരി വിടുതൽ പ്രാപിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചു, ഇനി പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല, സകലതും അസ്തമിച്ചു. പക്ഷേ യേശു പറഞ്ഞൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആമേൻ. അവിടെ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം വായിക്കുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രിയിൽ പലരുടെയും പല കാര്യത്തിലും ഭയം നിമിത്തം വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ രോഗം, ഈ ദീനം, ഈ ആമേൻ സ്തോത്രം, മുൻപോട്ടുള്ള ആ പ്രയാസങ്ങൾ എനിക്ക് ഇനി എന്ത് ചെയ്യാം, ആമേൻ രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ഭയം കൊണ്ടുവന്ന് നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ ഇന്ന് രാത്രിയിൽ ആ ഭയത്തെ ആമേൻ മാറ്റി നിർത്തിയിട്ട്, കർത്താവ് എൻ്റെ ഭയമൊന്ന് മാറ്റി നിർത്തി, എൻ്റെ ഭയത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് പരിപൂർണമായി എന്നെ സുഖമാക്കുന്ന, ബലം തരുന്ന, കൃപ തരുന്ന, എൻ്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന യേശു കർത്താവേ, ഇതിൻ്റെ നടുവിൽ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ വിശ്വസിക്കുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്. ആമേൻ, ഭയപ്പെടരുത്. അത്യാസനത്തിലായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഐസിയുവിലായിരിക്കുന്ന വിഷയമായാലും നാളെ രാവിലെ ജീവൻ കളയുവാൻ ആമേൻ മറ്റുള്ളവർ നിനക്കെതിരെ ആഞ്ഞു നിൽക്കുമ്പോൾ, സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നസറനായ യേശു നിന്നെ വിടുവിപ്പാൻ മതിയായവനായ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യായിറോസിനോട്, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആമേൻ സ്തോത്രം, ഇങ്ങനെയാണ്, യായിറോസിന്റെ മകള് മരിച്ചുപോയെന്ന് പറയുമ്പോൾ യേശു യായിറോസിനോട് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വാക്ക് ആ പിതാവ് ഏറ്റെടുത്ത് വിശ്വസിച്ചു. യേശുവുമായിട്ട് വീട്ടിലേക്ക് ചെന്നു. മരിച്ചു കിടക്കുന്ന മകളെ കരത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ ഇന്ന് രാത്രി ഏതൊക്കെയോ ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തെങ്കിൽ, ആമേൻ, ചിലത് ഭയം, കടബാധ്യത ഒരു ഭയമാണ്, ചിലർക്ക് രോഗം ഒരു ഭയമാണ്, കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു ഭയമാണ്, വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങൾ, കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാനുള്ളൊരു ഭയമാണ്, നാളെയുടെ നീളകളെ ഓർത്ത് ഭയപ്പെടുന്ന സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ ഭയത്തെ മാറ്റി നിർത്തിയിട്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു നിനക്കായി പ്രവർത്തിക്കും. യേശുവിന്റെ കരം നിനക്കായി ചലിക്കും. ഈ രാത്രി വിശ്വസിക്കാൻ തയ്യാറാകൂ. ആമേൻ സ്തോത്രം. നിന്റെ നന്മ ആമേൻ വഴിയെ പോകത്തില്ല. നിന്റെ നന്മ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും. നിന്റെ വിടുതല് ആമേൻ സ്തോത്രം ഭയം കൊണ്ട് തീർക്കാനുള്ളതല്ല. ഇന്ന് രാത്രി അടിയുറച്ച വിശ്വാസത്തോടെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായ കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അധൈര്യപ്പെടരുതേ, ആമേൻ വേദനപ്പെട്ടു പോകരുതേ, ഭയം നിങ്ങളെ മൂടുവാൻ അനുവദിക്കാതെ. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങും. ദൈവമാരാ? നീതിയുള്ള ദൈവമാണ്.
പലരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്, പലരും നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ തലമുറയുടെ വിഷയം ഞാൻ നോക്കിക്കോളാം, ആമേ സ്തോത്രം, ഹെൽപ്പ് ചെയ്യാം, പഠന സംബന്ധമായ വിഷയത്തിൽ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അവരെല്ലാം മറന്നുപോയി. ഈ കൊറോണയുടെ നടുവിൽ അവർക്കും സാഹചര്യമില്ലാതായി പോയി. പക്ഷേ സാഹചര്യമില്ലാതെ പലരും മാറുമ്പോൾ യേശു ആരോടും പറഞ്ഞില്ല ഇപ്പോഴെനിക്ക് പറ്റത്തില്ല, ഇത് മാറ്റുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയ ആമേ സ്തോത്രം സ്നേഹിതരെ, വിളിച്ചു പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥനാനിരതനായിരിക്കുന്ന, പ്രാർത്ഥനയോടെ 21 ദിവസം ഇരിക്കുന്ന, 1-ാം ദിവസം തന്നെ മറുപടി അയച്ചു, കിട്ടിയില്ല. പക്ഷേ 21-ാമത്തെ ദിവസം വന്നിട്ട് ആമേൻ ദൈവം തന്നെ ആമേൻ ഹല്ലേലൂയ വാക്കുകൊണ്ട് സ്വാന്തനിപ്പിച്ചിട്ട് ദാനിയേലിനോട് പറയുക. ആമേൻ. ദാനിയേൽ പ്രവചന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദാനിയേലിനോട് പറയാണ്, ഭയപ്പെടേണ്ട. സ്തോത്രം. അവൻ്റെ തോളത്ത് കരം വെച്ചിട്ടാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് മടുത്തെന്ന് പറയുന്ന വിഷയത്തെ ഓർത്ത് ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുക മാത്രം ചെയ്യാം, ഭയപ്പെടേണ്ട. ആമേ സ്തോത്രം. നോക്കിക്കേ, 43-ാം അധ്യായം യെശയ്യാപ്രവചനത്തിൽ പറയുന്നത്, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ്? നീ തീയിൽ കൂടി കിടന്നാൽ എന്തു പോകത്തില്ല, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. വെള്ളത്തിലൂടെ കിടന്നാൽ നദി നിന്നെ മുക്കിക്കൊള്ളത്തില്ല. കാരണം ആമേൻ, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. 43-ാം യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 5-ാം വാക്യവും പറയുന്നത് ഭയപ്പെടേണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നത്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇന്ന് രാത്രി സർവശക്തനായ ദൈവം നിന്റെ ജീവൻ്റെ ബലമാണെങ്കിൽ എൻ്റെ പ്രാണൻ നഷ്ടപ്പെടുവോ, ഈ ദീനം എനിക്ക് മരണത്തിന് കാരണമായി തീരുമോ എന്ന് ചിന്തിക്കുമ്പോഴും, കിടക്കമേലായിരിക്കുമ്പോഴും ഒന്ന് തിരിച്ചറിയണമേ, നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് യഹോവ റാഫയായി ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുക മാത്രമല്ല, അതങ്ങനെ ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രി ചിലരുടെ മേൽ വ്യാപരിക്കട്ടെ, ചില പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു പക്ഷേ കോവിഡിൻ്റെ പിടിയിലമർന്ന് പലവിധമായ രോഗശൈലിയിൽ നിങ്ങളായിരിക്കുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ ഐസൊലേഷനിലായിരിക്കുമ്പോഴായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ വിടിവിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ ആമേ സ്തോത്രം ഹല്ലേലൂയ വിടിവിക്കുമാറാകട്ടെ. ആമേ സ്തോത്രം ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിൽ യോശുവയോട് പറയുകയാണ്, മോശ മരിച്ചു, മോശയുടെ മരണം യോശുവയ്ക്ക് ദുഃഖമുണ്ട്, ഇനി ആര് ജനത്തെ നടത്തും? പക്ഷേ ഹോവയായിരിക്കും ദൈവം പറയുക, ഹോവ നിന്നോട് കൂടെയുണ്ട്. മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയെ നോക്കി ആമെ വെല്ലുവിളി ഉയർത്തുന്ന ആമെ സ്തോത്രം അല്ലെങ്കിൽ മറ്റു പലതിനെ നോക്കി ഭയപ്പെടുത്തുന്ന പലതിനെ നോക്കി ഈ സാഹചര്യം ഞാൻ എങ്ങനെ മറികടക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടരുത്. ഇന്ന് രാത്രി നിന്റെ ഭയത്തെ മാറ്റിയിട്ട് ഇന്ന് രാത്രി പറ, സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടരുതേ. ആമേ സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ആമേ സ്തോത്രം ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. നോക്കിക്കേ, 60-ാം ആമേ സ്തോത്രം ഹല്ലേലൂയ നാം വായിച്ചു വരുമ്പോൾ ആമേ സ്തോത്രം ഇങ്ങനെ കാണുന്നത്, ആമേ സ്തോത്രം യെശയ്യാപ്രവചനത്തിൽ വിളിച്ചു പറയുകയാണ്. 59-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ആമേ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല. ആമേ സ്തോത്രം. ചുരുങ്ങിപ്പോയ, സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ഒരു കരമുള്ളവനല്ല നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി നിന്നെ സഹായിപ്പാൻ നിന്റെ ചാരത്തുണ്ട്. പലരും കൈവച്ച് പലരും ആമേ സ്തോത്രം, സഹോദര ഈ വിഷയത്തിൽ ഞാൻ താങ്ങാം കേട്ടോ, ഭവനത്തിന്റെ പണി വരട്ടെ, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ പലരും സഹായിക്കാതെ പോയപ്പോൾ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവത്തെ, നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്ന ദൈവത്തെ. പാട്ടുകാരൻ പാടുന്ന പോലെ, വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും, വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുന്നേ. ഇന്ന് രാത്രി സഹായിക്കാൻ കഴിയാത്ത പലരും വഴിമാറിപ്പോയപ്പോൾ നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്ന കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കും. എല്ലാ കണ്ണുകളും അറിയട്ടെ. ഒരു നല്ല മെസ്സേജ് ചെയ്യാനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വം ചിലരുടെ മേൽ വെളിപ്പെടേണ്ടത്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുമായിരിക്കുന്നിടത്ത് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് രാത്രിയിൽ ഇഴയായിരിക്കുന്ന അടിയന് FS മീഡിയ എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാനിടയായി. കർത്താവെ, കഴിവ് തെളിയിപ്പാനോ സാമർത്ഥ്യം തെളിയിപ്പിക്കാനോ അല്ല,
ദൈവമഹത്വത്തിൻ്റെ ആമേ ശക്തിയും മഹാത്മ്യതയും ഇന്ന് രാത്രി വെളിപ്പെടുത്തണമേ. ചില കുടുംബങ്ങൾക്ക്, ചില വ്യക്തികൾക്ക്, ചില കേൾവിക്കാർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും ദൈവികമായിരിക്കുന്ന തിരിച്ചറിവിനും മടങ്ങിവരവിനും കാരണമാക്കി തീർക്കണമേ. അധൈര്യപ്പെട്ടു പോകുന്ന ചിലർ ഇന്ന് രാത്രി ഭയപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഭയത്തെ ശാസിക്കുകയാണ്. ആമേൻ. മുങ്ങിത്താഴുന്ന പത്രോസിന്റെ കരം പിടിച്ച് അല്പവിശ്വാസിയെ നീ എന്തിന് സ്തോത്രം ഹല്ലേലൂയ സംശയിച്ചു പതറിപ്പോയെന്ന് പറഞ്ഞ് അവൻ്റെ വലങ്കരത്തെ പിടിച്ചതുപോലെ കർത്താവേ, പലപ്പോഴും ഭയമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ച് ഞങ്ങൾ സംശയത്തിനിരയായി ഇന്ന് രാത്രി ഞങ്ങളുടെ സംശയത്തെ മാറ്റി യായിറോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങളത് ഏറ്റെടുക്കുന്നു. കർത്താവെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരായിരിക്കുന്നവർ, ദൈവദാസന്മാർ, പ്രിയ സഹോദരങ്ങൾ, കർത്താവെ കേൾവിക്കാരായിരിക്കുന്നവർ, അവരുടെ മേൽ കർത്താവെ ഭയത്തെ മാറ്റി ഒരു ദൈവ പ്രവർത്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് എപ്പോഴൊക്കെ ആരൊക്കെ കേൾക്കുന്നുവോ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ. കർത്താവിൻ്റെ നാമത്തെ FS മീഡിയയെ, ഇതിൻ്റെ അഡ്മിൻസിനെ കർത്താവ് ഇന്ന് രാത്രി ലൈവിൽ കിടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏഴെയും കുടുംബത്തെ സമർപ്പിക്കട്ടെ. മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ തന്നെ തിരുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക FS മീഡിയയുടെ അഡ്മിൻസ്, കർത്താവിൽ അനുഗ്രഹീതനായിരിക്കും ദൈവവൃത്യൻ പാസ്റ്റർ സിബി ജോൺ മണക്കാട്ട്, അതുപോലെ തന്നെ ബ്രദർ ഫെലിക്സ് ഷമുവേൽ, സിസ്റ്റർ ഷാരോൺ തങ്കച്ചൻ, സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. കടന്നു വന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.